will discuss some problems. The question is, find the volume of the region between the cylinder z equal to y square and the xy plane that is bounded by the planes x equal to 0, x equal to 1, y equal to -1 and y equal to 1. അപ്പോൾ ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ആ റീജിയന്റെ ബൗണ്ടറീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ z ഈക്വൽ ടു വൈ സ്ക്വയറിന് ഇടയിലും ഒരു എക്സ് വൈ പ്ലെയിനിന്റെ ഇടയിലുള്ള റീജിയൻ ആണ്. അതിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിനും, അതുപോലെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്ലെയിൻ, പിന്നെ y ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ പ്ലെയിൻ, അതുപോലെ y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്ലെയിൻ. അപ്പൊ ഇവിടെ എല്ലാം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹിയർ d is the region between the cylinder z equal to y square and the xy plane that is bounded by the planes x equal to 0, x equal to 1, y equal to -1 and y equal to 1. അപ്പോൾ നമുക്ക് inequalities, hence d is completely determined by the inequalities. x ന്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്? 0 ഉം 1 ഉം ആണ് അല്ലേ? അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈന്റെ ബൗണ്ടറീസ് -1 ഉം 1 ഉം ആണ്. അപ്പൊ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി z ബൗണ്ടറീസ് കണ്ടുപിടിക്കണം. z ഇവിടെ y സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ് വൈ പ്ലെയിൻ ഒരു ബൗണ്ടറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ z 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 0 to y സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സെഡിന്റെ ലിമിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം എക്സും വൈയും സെഡും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വോളിയം കാണാൻ എന്താ ഇക്വേഷൻ? therefore v equal to ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d dv. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ ഓരോന്നിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇന്റഗ്രൽ നമ്മൾ ആദ്യം എക്സിന്റെ എഴുതാൻ പോവാണ്. കോൺസ്റ്റന്റ് അല്ലേ? എക്സ് എഴുതിയാലും വൈ എഴുതിയാലും പ്രശ്നമല്ല. ഞാൻ ഏത് എക്സിന്റെ എഴുതി. ഇനി വൈ -1 to 1, പിന്നെ z 0 to y സ്ക്വയർ. കാരണം സെഡില് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് ഏറ്റവും ഉള്ളിൽ എഴുതാൻ മതി. dz dy dx. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ -1 to 1. dz നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ z കിട്ടും 0 to y സ്ക്വയർ dy dx. ഇപ്പൊ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാല് എന്താ കിട്ടുക? അപ്പൊ സെഡിന് y സ്ക്വയറും 0 കൊടുക്കാം. അപ്പൊ y സ്ക്വയർ എടുത്താൽ തന്നെ 0 എടുത്തു കഴിഞ്ഞാൽ 0 തന്നെ കിട്ടാം. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ -1 to 1, y സ്ക്വയർ -0 എന്ന് കിട്ടും. അപ്പൊ y സ്ക്വയർ dy dx. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1, അപ്പൊ ഈ ടൈം കണ്ടുപിടിക്കും. ഇന്റഗ്രൽ 0 to 1 y സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ y³ 3 -1 to 1 dx. ഇനി നമ്മളെ ലിമിറ്റ് കൊടുക്കുക. 1 കൊടുത്തു കഴിഞ്ഞാല് ഇന്റഗ്രൽ 0 to 1 1/3 -1 കൊടുത്തു കഴിഞ്ഞാൽ -1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ -1/3 dx. അപ്പൊ ഇവിടെ പ്ലസ് ആവും. മൈനസ് കൂടെ പ്ലസ് ആയി. ടോട്ടൽ എന്ത് കിട്ടും? 2/3 dx. 2/3നെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 2x/3 0 to 1. അപ്പൊ നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2/3 കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്, 2/3. അപ്പൊ ഇത്രയുള്ള ഡയറക്റ്റ് നമുക്ക് എല്ലാം തന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പൊ ഇങ്ങനെ വോളിയം ഒക്കെ കാണാനായിട്ട് അധികവും ഡയറക്റ്റ് ആയിട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ, എക്സിന്റെ വൈന്റെ ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ അത് ചിത്രം നമുക്ക് പിക്ചർ വരയ്ക്കേണ്ട വന്നില്ല അതിന്റെ, അല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് എ സോളിഡ് ക്യൂബ് ഇൻ ദ ഫസ്റ്റ് ഒക്ടേൻ ബൗണ്ടഡ് ബൈ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ദ പ്ലെയിൻസ് x equal to 1, y equal to 1 and z equal to 1 if the density of the cube is rho of xyz equal to x plus y plus z plus 1. ഒരു സോളിഡ് ക്യൂബ് ഫസ്റ്റ് ഒക്ടന്റിലുള്ള ഒരു സോളിഡ് ക്യൂബിന്റെ ടോട്ടൽ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ബൗണ്ടറീസ് പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടഡ് ബൈ ദ കോർഡിനേറ്റ് ആക്സിസ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഒരു ബൗണ്ടറി അതാണ്. അടുത്തത് പ്ലെയിൻസ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 1. ഇഫ് ദ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ റീജിയൻ ഡി എന്ന് പറയുന്നത് എന്താ? ഹിയർ ഡി ഈസ് ദ സോളിഡ് ക്യൂബ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് ബൗണ്ടഡ് ബൈ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ദ പ്ലെയിൻസ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹെൻസ് ഡി ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ദ ഇനീക്വാലിറ്റീസ്. എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ലോവർ ലിമിറ്റ് 0 ആണ്. അത് ഇവിടെ നമുക്ക് കിട്ടിയത് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ആക്സിസിലാണ്. ആ ആക്സിസിൽ നമുക്ക് അതിന്റെ ലോവർ ബൗണ്ട് കിട്ടുക. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? സെഡും വൈയും 0 ആണ് അല്ലെ. അതുപോലെ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സും സെഡും 0 ആണ്. അപ്പം അതിനുള്ള ലോവർ ബൗണ്ടറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1, 0 less than or equal to z less than or equal to 1. അപ്പർ ബൗണ്ട് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതാണ് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ദ ഡെൻസിറ്റി ഓഫ് ദ ക്യൂബ് റോ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ആണ് അല്ലെ. അപ്പൊ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി മാസ് ഓഫ് ദ ഗിവൺ ക്യൂബ് കണ്ടുപിടിക്കാം. ഹെൻസ് ദ മാസ് എം of the cube is given by m equal to triple integral over d rho of xyz d. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. അപ്പൊ അത് ഏത് ഓർഡറിൽ ഇനി കൊടുത്താലും പ്രശ്നമില്ല, കാരണം എല്ലാത്തിന്റെയും ലിമിറ്റ് കോൺസ്റ്റന്റുകളാണ്. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1 x plus y plus z plus 1 into ഞാൻ dx dy ds എന്ന് പറഞ്ഞ ഓർഡറിൽ കൊടുക്കുക. ഏത് ഓർഡറിൽ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ എക്സ് പ്ലസ് സെഡ് എക്സ് പ്ലസ് എക്സ് 0 to 1 dy dz. ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1 എക്സിന് 1 കൊടുക്കുക. അപ്പൊ 1/2 പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1. 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും 0 ആയിപ്പോയി അല്ലെ. എല്ലാത്തിനും 0 ആയി. dy dz. ഈ 1ഉം 1/2 കൂടെ ആഡ് ചെയ്തിട്ട് 3/2 എഴുതാം കേട്ടോ. 1ഉം 1/2 കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ 3/2 എഴുതാൻ പോവാണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ഇപ്പോൾ ഉള്ള ഫംഗ്ഷൻ എന്താണ്? ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y 3/2ന്റെ ഇന്റഗ്രേഷൻ 3y/2 പ്ലസ് വൈന്റെ ഇന്റഗ്രേഷൻ y സ്ക്വയർ ബൈ 2, z ഇന്റഗ്രേഷൻ zy 0 to 1 dz. പിന്നെ yക്ക് ലിമിറ്റ് കൊടുക്കുകയാണ്. 1 കൊടുക്കുകയാണ്. 1 കൊടുത്താൽ 3/2 പ്ലസ് 1/2 പ്ലസ് z അല്ലെ. ഇനി 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും y ഉണ്ട്. അപ്പൊ നമുക്ക് 0 ആയപ്പോ dz. ഇനി വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുക? z ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 3/2ഉം 1/2 കൂടെ എന്തായി ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2 കിട്ടും.
അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 2 plus z dz. പിന്നെ വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 2z plus z² 2 ഇൻ്റഗ്രൽ 0 to 1 അല്ല, ലിമിറ്റ് 0 to 1 ആണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ 2 plus 1/2, 0 കൊടുത്തു കഴിഞ്ഞാൽ 0. 2 plus 1/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 5/2. അപ്പൊ നമ്മുടെ മാസ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് 5/2 ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സോളിഡ് -a/2 less than or equal to x less than or equal to a/2, -b/2 less than or equal to y less than or equal to b/2, -c/2 less than or equal to z less than or equal to c/2 of constant density rho equal to 1 about the x-axis. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് x-axis ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ix ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹിയർ ദ given rectangular solid D is completely determined by the inequalities. Inequalities direct തന്നിട്ടുണ്ട്. -a/2 less than or equal to x less than or equal to a/2, -b/2 less than or equal to y less than or equal to b/2, -c/2 less than or equal to z less than or equal to c/2. Its density തന്നിട്ടുണ്ട്. Its density is rho of x, y, z equal to 1 തന്നിട്ടുണ്ട്. Then moment of inertia Ix of the given rectangular solid about x-axis is Ix equal to triple integral over d function എഴുതുക y² plus z² rho of x, y, z dv. ഇത് ഇക്വേഷൻ ആണ്. അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ, dv. അപ്പൊ ഇതിലെ ലിമിറ്റുകൾ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ സെഡിന്റെ ലിമിറ്റ് കൊടുക്കാം. -c/2 c/2, -b/2 to b/2, -a/2 a/2. ഫസ്റ്റത്തെ ഏതിന്റെ ലിമിറ്റ് ആയിരുന്നു? റോ എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് ഇത് എക്സിന്റെ ആണ്. അപ്പൊ dx, അടുത്ത dy-ന്റെ, പിന്നെ dz. അപ്പൊ ഇനി നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. ഇവിടെ നോക്കിയ ലിമിറ്റ് -a/2 to a/2 ആണ്. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ -a to a ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ തന്നിട്ട് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഇന്റഗ്രേഷന്റെ ലിമിറ്റിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 0 to a/2 ആക്കി മാറ്റാം. 2 into 0 to a/2. അപ്പൊ ഇത് 3 ഉള്ളതുകൊണ്ട് 2³ into 0 to a/2, 0 to b/2, 0 to c/2 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ടേമിൽ ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആവണം. അപ്പൊ അങ്ങനെയാണോ ചെക്ക് ചെയ്യാം? എങ്ങനെ ചെക്ക് ചെയ്യാം? -x ഉം -y -z ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? f(x,y,z) തന്നെ കിട്ടണം. അപ്പോ -y കൊടുത്തു കഴിഞ്ഞാൽ -y² തന്നെ, -z കൊടുത്താൽ -z² തന്നെ. പിന്നെ എക്സിന്റെ വാല്യൂ ഇവിടെ വരാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല. അങ്ങനെയാണ് ഈവൻ ആണോ നോക്കുന്നത്. നമുക്ക് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ 3 വാല്യൂസ് ഉള്ളത്. So we can avoid some work of integration by observing that y² plus z² is an even function. Is an even function of x, y and z.
the rectangular solid consists of 8 symmetric pieces. അപ്പൊ 8 symmetric pieces ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഇവിടെ 2 ക്യൂബ് അവിടെ വരിക. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് കേട്ടോ. 1 in each octant. അപ്പൊ the rectangular solid consists of 8 symmetric pieces, 1 in each octant. Hence ix എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, അപ്പൊ ഈ ലിമിറ്റിനെ മാറ്റി എഴുതി 2 ഇൻറ്റു ഇവിടെയും 2 വരും, ഒരു 2 ഇവിടെയും വരും. അപ്പൊ 3 2 ആവുമ്പോ 2 ക്യൂബ് വന്നു കേട്ടോ. അപ്പൊ ഈ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് മാറ്റി എഴുതാൻ പോണത് കേട്ടോ. ഇന്റഗ്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ix ഈക്വൽ ടു 8, 2 ക്യൂബ് ആണ്. സെഡിന്റെ ലിമിറ്റ് 0 to c/2 കാരണം ആ ഫംഗ്ഷൻ ഈവൻ ആയതുകൊണ്ട് കേട്ടോ. ഇത് 0 to b/2 ആയി, അടുത്തത് 0 to a/2 ആയി. ലിമിറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെങ്കിൽ കാണാൻ പ്രശ്നമില്ല, ഇതറിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കാൻ എളുപ്പത്തിനാണ് ഇപ്പൊ പറഞ്ഞത്. y² + z² dx dy dz അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. 8 ഇൻറ്റു ഇന്റഗ്രൽ 0 to c/2 integral 0 to b/2 y² x plus z² x ലിമിറ്റ് 0 to a/2 dy dz. അപ്പൊ എക്സിന് a/2 കൊടുക്കുക. 8 integral 0 to c/2 integral 0 to b/2 എക്സിന് a/2 കൊടുത്താ y² plus z² ഇൻറ്റു a/2 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനും പ്രശ്നമൊന്നുമില്ല അല്ലെ. a/2 -0 എന്നാ വരാം. അപ്പൊ 0 അവിടെ 0 ആയിപ്പോയി. അപ്പൊ a/2 മാത്രമേ ഉള്ളൂ. പിന്നെ dy dz. എയും a/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് മാറ്റാം. a/2 ഇവിടെ മാറ്റി ഇന്റഗ്രേഷന് മുന്നിൽ കിട്ടും. 2 കൂടെ കട്ട് 4 ആയി. അപ്പൊ നമുക്കിവിടെ 4a. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണ്. ഇന്റഗ്രൽ 0 to c/2 y³ പ്ലസ് z² y 0 to b/2. അപ്പൊ -b/2 അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട വരും, എന്തൊരു വ്യത്യാസം ഉണ്ടാവുക, ലോവർ ലിമിറ്റും കൂടെ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എളുപ്പം കഴിയും. പിന്നെ dz 4a ഇന്റഗ്രൽ 0 to c/2 yക്ക് ലിമിറ്റ് കൊടുക്കാണ്. b/2 ഓൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, b³/2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ അതവിടെ ഇരുന്നോട്ടോ, കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ b/2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, z² b/2. 0 എടുത്തു കഴിഞ്ഞാൽ 0 dz. അപ്പൊ ഇതിൽ കോൺസ്റ്റന്റ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. നമുക്കിവിടെ ഒരു ബിയും താഴെ ഒരു 2 കൂടെ കോമൺ ആയിട്ട് പുറത്തെടുക്കാലോ. അത് ഞാൻ പുറത്തെടുക്കാണ്. 4a b/2 പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to c/2 ഇവിടെ b² ഉണ്ട്, ബാക്കി ഇവിടെ 4ഉം 3 12 പ്ലസ് z² dz. 2ന്റെ കൂടെ കട്ടായി കഴിഞ്ഞാൽ ഇവിടെ 2 കിട്ടും അല്ലെ. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു z നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 2ab b²/12ന്റെ ഇന്റഗ്രേഷൻ b²z/12 പ്ലസ് z³/3 ലിമിറ്റ് 0 to c/2. ഇനി ലിമിറ്റ് കൊടുക്കുക c/2 എന്ന് പറയുന്നത് z-ന്. b² z എന്ന് പറഞ്ഞാൽ c/2 ആണ്. c/2 എന്നുള്ളത് നമുക്ക് 12ന്റെ കൂട്ടത്തിൽ എടുത്താം, 24. z-ന് c/2 കൊടുക്കുമ്പോൾ c³/2 ക്യൂബ് 8 ഇൻറ്റു 3
0 എടുത്തു കഴിഞ്ഞാൽ 0 ആവും. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാണ്? അത് നോക്കുക, കോമൺ ആയിട്ട് ഏതാണുള്ളത്. ഇവിടെ നമുക്ക് രണ്ടും 24 ആണ് അല്ലേ, ഡിനോമിനേറ്റർ രണ്ടും 24 ആണ്. മേലെ ഓരോ സിയും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 2abc/24. ഇവിടെ എന്താ ഉള്ളത്? b² + c². അപ്പൊ ഇതില് 2 കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ കേട്ടോ 12. അപ്പൊ abc/12 b² + c². ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അബൌട്ട് എക്സ് ആക്സിസ് കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണുക.